കരൾ രോഗബാധിതനായ 1.5 വയസ്സുകാരന്റെ ചികിത്സയ്ക്ക് വഴി തേടുകയാണ് മാതാപിതാക്കളായ അഞ്ജനയും ശ്രീജിത്തും. കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കരൾ മാറ്റിവെക്കണം. മകന് കരൾ പകുത്തു നൽകാൻ അച്ഛൻ ശ്രീജിത്ത് ഒരുക്കമാണ്. പക്ഷേ ശസ്ത്രക്രിയയ്ക്ക് മുടക്കാൻ പണം കണ്ടെത്താൻ കഴിയാതെ വിഷമിക്കുകയാണ് ഈ കുടുംബം. കരൾ രോഗബാധിതനായ 1.5 വയസ്സുള്ള മകന്റെ മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് പണം കണ്ടെത്താനാകാതെ വിഷമിക്കുകയാണ് നെയ്യാറ്റിങ്കര കൊല്ലയിൽ സ്വദേശികളായ ശ്രീജിത്തും അഞ്ജനയും. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ശസ്ത്രക്രിയ എത്രയും വേഗം ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ ഏക മകനായ ശ്രീയാൻഷിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് ഈ മാതാപിതാക്കൾ. എനിക്ക് മരപ്പണിയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയും വലിയൊരു ഫണ്ട് കാണാനുള്ള ശേഷിയില്ല. എനിക്ക് ചിന്തിക്കാവുന്ന അപ്പുറമാണ് ആ ഫണ്ട്. എല്ലാവരും എന്നെ സഹായിക്കുക, എന്നെ മോനെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും സഹായിക്കുക. കുഞ്ഞ് ജനിച്ച് 3-ാം മാസം മുതൽ കണ്ണിൽ കണ്ട മഞ്ഞ നിറമായിരുന്നു രോഗത്തിന്റെ തുടക്കം. തുടർന്ന് ഏറെക്കാലം തിരുവനന്തപുരം SATയിൽ ചികിത്സ തേടി. തുടക്കത്തിൽ പിത്തസഞ്ചിയുടെ തകരാറാണ് ഇതിന് കാരണമെന്ന് കരുതി ചികിത്സ തുടർന്നു. രോഗം മൂർച്ഛിച്ചപ്പോൾ കരൾ മാറ്റിവെക്കലല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് ഡോക്ടർമാർ വിധിയെഴുതി. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ഈ ശസ്ത്രക്രിയയ്ക്ക് ഇനി എന്തെന്ന ചോദ്യത്തിന് ഇപ്പോഴും ഈ കുടുംബത്തിന് ഉത്തരം ലഭിച്ചിട്ടില്ല. വളരെ നിർധന കുടുംബത്തിലുള്ള ഒരു കുഞ്ഞാണ് ശ്രീയാൻഷ്. അപ്പോൾ അയാളുടെ ഈ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഇവിടെ നാട്ടുകാർ ഒന്നടങ്കം, അല്ലെങ്കിൽ ജാതിമത രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്ക് അതീതമായി ഒത്തൊരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു ചികിത്സാ സഹായ സമിതി രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ കുഞ്ഞിനാവശ്യമായ ചികിത്സയ്ക്കുള്ള ഫണ്ട് കണ്ടെത്താനുള്ള വലിയ പരിശ്രമം നടത്തി വരികയാണ്. മരപ്പണിക്കാരനായ ശ്രീജിത്തിനും ജന്മനാൽ ഇടതു കണ്ണിന് പൂർണ്ണമായി കാഴ്ചയില്ലാത്ത അഞ്ജനയ്ക്കും കൂട്ടിയാൽ കൂടുന്നതല്ല മകന്റെ ചികിത്സയ്ക്കുള്ള തുക. ആകെയുള്ള 5 സെന്റ് സ്ഥലവും വീടും നിലവിൽ ലോണിലാണ്. നാളിതുവരെയുള്ള ശ്രീയാൻഷിന്റെ ചികിത്സയും കുടുംബത്തെ കൂടുതൽ കടക്കണിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അച്ഛന്റെ കരൾ മകന് പകുത്തു നൽകാൻ തയ്യാറാണെങ്കിലും ഇതിലേക്ക് വരുന്ന ലക്ഷങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്നറിയാതെ നിൽക്കുകയാണ് കുടുംബം. കുഞ്ഞിൻ്റെ പിത്തസഞ്ചിക്ക് അതിൻ്റെ എന്തോ പ്രശ്നമുണ്ടെന്ന് ഡോക്ടർ പറയുകയും അതിനനുസരിച്ച് ചികിത്സ ചെയ്യുകയും ഒരു 5 മാസം കഴിയുന്ന സമയത്ത് കരളിനെ അത് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടെന്ന്, അതിൻ്റെ കരൾ പൂർണ്ണമായിട്ടും ഒരു മലിനമായിട്ടുണ്ട്. അപ്പം വളരെ വേഗത്തിൽ തന്നെ കരൾ മാറ്റി വയ്ക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ശ്രീയാൻഷിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ധനലക്ഷ്മി ബാങ്കിന്റെ ഉദയംകുളങ്ങര ശാഖയിൽ ശ്രീയാൻഷിന്റെ അമ്മ അഞ്ജന ചന്ദ്രന്റെ പേരിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. ന്യൂസ് 18 നെയ്യാറ്റിങ്കര. നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ചെറിയ സമയം കൊണ്ട് എത്ര വലിയ തുകയാണെങ്കിലും സ്വരുക്കൂട്ടാൻ കഴിയും എന്ന് പലകുറി നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ്. നന്മ പറ്റാത്ത ഒരുപാട് നല്ല മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെ സഹായിക്കാൻ കെൽപ്പുള്ള ഒരുപാട് നല്ല മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. അപ്പോൾ അവരൊക്കെ ആ സുമനസ്സുകളെല്ലാം ഈ കുടുംബത്തിൻ്റെ കണ്ണുനീര് കാണണം, അവരുടെ വിഷമം മനസ്സിലാക്കണം. എത്രയും പെട്ടെന്ന് നിങ്ങളെക്കൊണ്ട് നൽകാൻ കഴിയുന്ന ചെറുതെങ്കിൽ ചെറുത് ഒരു തുക ആ കുടുംബത്തിന് വേണ്ടി, ആ 1.5 വയസ്സുകാരൻ്റെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി, ആ കുടുംബത്തിന് സന്തോഷം കാക്കുവാൻ വേണ്ടി നമുക്ക് നൽകാം.